നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൂക്കൾ ഞാൻ അടക്കിക്കോളാം. ഏട്ടൻ പോയി പൂക്കളത്തെ ഡിസൈൻ വരയ്ക്കും. അതൊക്കെ വെറും സിമ്പിൾ. ആദ്യം ഇതൊന്ന് ശരിയാവട്ടെ. ഞാനെന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? താൻ ആദ്യം പോയിട്ട് ഓണക്കോടി കൊടുത്തു വാ. നല്ല ദിവസമായിട്ട് ഈ ഡ്രസ്സാണ് ഇടുന്നേ. എനിക്കെവിടെ ഓണക്കോടി? ഈ വീട്ടിൽ എല്ലാവർക്കും ഗൗതമന്റെ വക ഓണക്കോടി പാർവതി എന്നെ കൊടുത്തു. എന്നെ മാത്രം മൈൻഡ് ചെയ്തില്ല. അത് മോശമായി പോയി. ഗൗതമേനെന്താ ശിവാനി ചേച്ചി മറന്നുപോയോ? നിധിയെങ്കിലും എന്നെ ഓർക്കേണ്ടതായിരുന്നു. ശിവാനിക്ക് ഞാൻ പോയി ഡ്രസ്സ് വാങ്ങട്ടെ. എങ്കിൽ ഞാൻ കൂടി വരാം. അതല്ലേ നല്ലത്. അയ്യോ, നിധി എവിടെ? പൂക്കളുടെ അവളും വരുമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെ വരും? റൂമിൽ കുറച്ചു മുമ്പേ അവര് മൊത്തം വഴക്കായിരുന്നു. വഴക്കോ? എന്തിന്? ഇന്നലെ ഏടൻ ചേച്ചിക്ക് വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ പേരിലേ എന്തോ പ്രശ്നം. അവിടെ തന്നെ തീർക്കട്ടെ എന്ന് കരുതി ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. നിധിയുടെ ഓണക്കോടി കീറിയതിന്റെ പേരില് കട്ട കലിപ്പായി കാണും. ആ വഴക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ. എന്തായാലും ഒന്ന് പോയി നോക്കാം. നല്ലൊരു ദിവസമായിട്ട് നീ എന്താടി ഈ കൂതറ വേഷത്തില്? എന്റെ ഡ്രസ് എന്തായാലും എന്താ ആന്റി? നിധിയുടെ ഓണക്കോടി കൊളമായില്ലേ? എനിക്കത് മതി. നിധിയുടെ ഓണക്കോടിക്ക് എന്ത് പറ്റി? ആന്റി, ഞാൻ അവൾക്കിട്ടൊരു സൂപ്പർ പണി കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, അവൾക്കും ഇന്ന് ഓണക്കോടി ഉണ്ടാവില്ല. കൊള്ളാം. ഓണക്കോടി മാത്രമല്ല, അവളുടെ ഈ ഓണം അവസാനത്തെ ഓണമാകാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആന്റി എന്താ ചെയ്തേ? അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ നിധിയെ എങ്ങനെ കൂടുതൽ തറ പറ്റിക്കാമെന്ന് ചിന്തിക്കാം. എങ്കി വാ, നമുക്ക് നിധിയും ഗൗതമും തമ്മിലുള്ള വഴക്ക് നേരിട്ട് കാണാം. വാ വാ. കൊള്ളാം, ഗ്രാൻഡ് ആയിട്ടുണ്ട്. ഗൗതവും ഗ്രാൻഡ് ആയിട്ടുണ്ട്. ഞാൻ എന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. ഞാൻ ഗ്രാൻഡ് ആയില്ലെങ്കിൽ അതിന് ഒരേ ഒരു കാരണം ഗൗതം മാത്രം. എനിക്കുള്ള ഡ്രസ്സ് നേരത്തെ തരണമെന്ന് ഞാൻ പറഞ്ഞതാ. ഗൗതം തന്നില്ല. അതുകൊണ്ട് മാച്ച് ചെയ്യുന്ന ബ്ലൗസും ഓർണമെന്റ്സും ഒക്കെ കണ്ടെത്താനേ എന്തോരം ബുദ്ധിമുട്ടിന്നറിയോ? ഓ പിന്നെ, നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഇയാളങ്ങ് ഒരുങ്ങി ലോകസുന്ദരിയായനെ. നിധിയുടെ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ലല്ലോ. അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. അപ്പൊ ഞാൻ തുണ്ടുതുണ്ടാക്കിയത് വേറെ ഡ്രസ്സാണോ? നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ എന്നോട് വഴക്കിട്ട് മൂട് മുഴുവൻ കളഞ്ഞു. ഇനി എന്റെ പിന്നാലെ നിധി നിധി എന്ന് പറഞ്ഞു വാ. ബാക്കി ഞാൻ അപ്പൊ പറയാം. എന്റെ ട്രഷർ ഗേൾ, നീ എന്നെ വിട്ട് പോരുത്. ഞാനേ നിന്നെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിച്ചതാ. നിന്റെ ഡ്രസ്സ് ഗ്രാൻഡ് ആയിട്ടുണ്ട്. ഞാനും മനഃപൂർവ്വം ദേഷ്യം പിടിച്ചതാ. ഗൗതം തമാശ കാണിക്കാണെന്ന് എനിക്കറിയായിരുന്നു. നീ ഒരു അസൽ മലയാളി മങ്ക തന്നെ. ഗൗതം താനീ മലയാളി മങ്കി. ആദ്യം വഴക്ക്, പിന്നെ കള്ളച്ചിരി. നിനക്കെന്താ ഗൗതം വട്ടായോ? ബി സീരിയസ് നിധി. ജീവിതത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം. ശരി തമ്പുരാട്ടി. നല്ലൊരു ദിവസമായിട്ട് ഈ കുടുംബത്തിലെ എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുത്തു. പക്ഷെ ശിവാനിക്ക് മാത്രം ഡ്രസ്സ് എടുക്കാതിരുന്നത് മോശമായി പോയി ഗൗതം. ഒരു മനുഷ്യസ്നേഹിയായ ഗൗതം ഗോപിനാഥിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇവിടുത്തെ ജോലിക്കാർക്ക് വരെ പുതിയ ഡ്രസ്സ് കിട്ടി, എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അതിന് ഗൗതമിനെ കുറ്റം പറയണ്ട. തെറ്റുപറ്റിയത് എനിക്കാ. എനിക്ക് തോന്നി ഇവൾക്ക് ഡ്രസ്സ് എടുക്കണ്ടെന്ന് നീ തന്നെയായിരിക്കും പറഞ്ഞതെന്ന് എനിക്കറിയായിരുന്നു. അതെ, മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞത് അതല്ല. ഞങ്ങള് ശിവാനിക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ശിവാനി നിധിയുടെ സിസ്റ്റർ ആയതുകൊണ്ട് ഇവളുടെ കൈ കൊണ്ട് കൊടുക്കട്ടെന്ന് ഞാനാ തീരുമാനിച്ചത്. പക്ഷെ ഇന്നലെ രാത്രി ഞങ്ങളത് മറന്നുപോയി.
അത് സാരമില്ല, ഇപ്പൊ വേണമെങ്കിലും തരാലോ. നിധി, ഈ അനിയത്തിക്കുള്ള ഓണക്കോടി നിന്റെ കൈകൊണ്ട് തന്നെ തരുന്നതാ എന്റെ സന്തോഷം. ദാ. ഓ, നന്ദി. എന്നെ അനുഗ്രഹിക്കൂ നിധി. എന്നെ അനുഗ്രഹിക്കൂ നിധി. അവര് പോയി. എന്ത് ഡ്രസ്സാ നിധി നിനക്ക് എടുത്തിരിക്കുന്നത് നോക്ക്. നോക്കട്ടെ. ഈശ്വര, ഞാനിന്നലെ വെട്ടിക്കൂട്ടിയത് എന്റെ ഓണക്കോടിയായിരുന്നു. ഇതിനാണ് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുക എന്ന് പറയുന്നത്. സാരമില്ല, നിനക്കുള്ള ഓണക്കോടി ഞാൻ എടുത്തിട്ടുണ്ട്, അതെടുക്കാം. ആ, നിന്റെ ബുദ്ധി അല്ല എന്റെ ബുദ്ധി. അതുകൊണ്ട് തന്നെ നിധിക്കെതിരെ ഞാൻ കളിക്കുന്നത് ഇത്തിരി വലിയ കളിയാ. സസ്പെൻസ് ഇടാതെ ആന്റി കാര്യം പറ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിധിയെ കാണാതാവും. അതിനുവേണ്ടി ഒരു ടീം രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും അവരെത്താം. ഇന്നത്തെ രാത്രിയോടെ നിധി ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാഞ്ഞുപോകും. രാവിലെ തുടങ്ങിയതാ ഈ പൂവൊരുക്കുന്ന പണി. ഇതൊക്കെ വല്ല ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലേ നമ്മൾ ചുമ്മാ കൈയും കെട്ടി നോക്കിയിരുന്നാ മതിയായിരുന്നു. അതിലെന്താടാ ഒരു രസം? വല്ലപ്പോഴും അല്ലേ ഉള്ളൂ ഇതൊക്കെ. അതിന്റെ വൈബൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മളെല്ലാരും കൂടി പൂക്കൾ ഒരുക്കി ഒത്തുകൂടണം. ഇതൊക്കെ എന്തോണം! ഞങ്ങളുടെ കുട്ടിക്കാലമായിരുന്നു യഥാർത്ഥ ഓണം. അത്തം മുതൽ 10 ദിവസം കുട്ടികളുടെ ആഘോഷ. നാട് മുഴുവൻ നടന്ന് തുമ്പപ്പൂവും തുളസിയും കുടമുല്ലയും പിന്നെ കണ്ണി കണ്ട പൂക്കളെല്ലാം കൊണ്ടുവരും. ആന്റി, ദേ അമ്മ. അമ്മേ, മോളെ സുന്ദരിയായിട്ടുണ്ട്. ആണോ? ദേ എല്ലാരും ഉണ്ട്. അമ്മ നിഖിലിനെയും കൂടി വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. അമ്മ സമ്മതിച്ചില്ല. ഇപ്പൊ കണ്ടില്ലേ, ശിവാനി അമ്മയെ കൊണ്ടുവന്നു. എന്റെ അമ്മയ്ക്ക് മാത്രം ഇങ്ങോട്ട് വരാൻ പാടില്ല. ആന്റി, അമ്മ മാത്രമേ വന്നുള്ളൂ. ചന്ദ്രിക ഇപ്പൊ ഇവിടെ ഉണ്ടാവണമെന്ന് നിന്നെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നിധി. പക്ഷെ വസു പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ അമ്മയും നിഖിലിനെയും വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇവരാരും ഇങ്ങോട്ട് ക്ഷണിച്ചത്? എനിക്കറിയില്ലമ്മേ. ചെല്ലേ അമ്മേ, ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ.
ഗൗതം നിർബന്ധിച്ച എങ്ങനെ വരാതിരിക്കാൻ പറ്റുക? ഓണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ഞാനും എന്റെ പ്രിയപ്പെട്ടവരും കൂടി ആഘോഷിക്കുന്നു. നിധിക്കും ആഗ്രഹം കാണില്ലേ അവളുടെ അമ്മയും അനിയനും ഒപ്പം കൂട്ടാൻ? അങ്കിൾ എന്താ വരാത്തത്? വരണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞാണല്ലോ. ഞാൻ വിളിച്ചതാ ഗൗതം മോനെ. അങ്ങേർക്ക് വരാൻ വലിയ നാണക്കേട്. എങ്കിൽ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. ഗൗതം, വർഷങ്ങളായി നമ്മൾ എല്ലാവരും മാത്രം ചേർന്ന് ഓണം ആഘോഷിക്കാറാ പതിവ്. എന്തിനാ പുറത്തുനിന്നുള്ളവരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്? ഇവര് അന്യരല്ല, എന്റെ മദർ ലോയും ബ്രദർ ലോയുവാ. ആയിക്കോട്ടെ, പക്ഷെ ഇവർക്കൊക്കെ എന്താ ഈശ്വരമംഗലത്ത് കാര്യം? അമ്മ ക്ഷണിച്ചു വരുത്തിയ അതിഥിയേക്കാൾ അർഹത ആന്റിക്ക് നിഖിലിനുണ്ട്. ഈ ഒരു നല്ല ദിവസം വെറുതെ തർക്കിച്ച് കളയണ്ട. സന്തോഷമായിട്ട് കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാനാ ഇവിടെ കൂടിയിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പാറ് പറഞ്ഞാണ് ശരി. യാമിനി, ദേ ആരാ വരുന്നേന്ന് നോക്കിയേ. എല്ലാവരും എത്തിയ സ്ഥിതിക്ക് ഈ തിരുവോണം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്.